ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പുഡിംഗ് റെസിപ്പിയാണ്. റോസ് മിൽക്ക് പുഡിംഗ്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്കൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് കട്ടയില്ലാതെ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലവറും പാലും ചേർത്ത് ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ കോൺഫ്ലവറൊക്കെ നല്ല പോലെ പാലിൽ കുറുകി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് നല്ല പോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള റോസ് സിറപ്പാണ്. അതായത് ഒരേ അളവിൽ തന്നെ പഞ്ചസാരയും വെള്ളവും എടുത്ത് പഞ്ചസാര പാനി ഉണ്ടാക്കാം, അതായത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് റോസ് സിറപ്പ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഏത് ബൗളിലേക്കാണോ ഇത് ഒഴിക്കേണ്ടത് അതിലേക്ക് നമുക്ക് ചൂട് ആറും മുമ്പേ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നല്ല പോലെ ഒന്ന് തണുപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് വീണോളും കേട്ടോ, അതോർത്ത് പേടിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മളിവിടെ ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിന ഇല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ റോസ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ഒരു അടിപൊളി പുഡിംഗാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.